ഈ വർഷം ഈശോയെയും സ്കൂളിൽ അയക്കണമല്ലോ. അതിന് സമയമായി. ഈശോയെ ഞാൻ ഒരിക്കലും സ്കൂളിലേക്ക് അയക്കുകയില്ല, മേരി നിശ്ചയദാർഢ്യത്തോടെ പറയുന്നു. മേരി ഇങ്ങനെ പറയുന്നത് വളരെ അസാധാരണമാണ്. പ്രത്യേകിച്ച് ജോസഫിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ സംസാരിക്കാത്തതാണ്. എന്തുകൊണ്ട്? പ്രായം തികയുമ്പോൾ പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ അവൻ അതിന് തയ്യാറാകേണ്ടേ? കുട്ടി അതിന് തയ്യാറായിരിക്കും, എന്നാൽ അവൻ സ്കൂളിൽ പോവുകയില്ല. ആ കാര്യം തീർച്ചയാണ്. അങ്ങനെ ചെയ്യുന്ന ഇസ്രയേലിലെ ഏക വനിത നീ മാത്രമായിരിക്കും. ഞാൻ മാത്രമായിരിക്കും അങ്ങനെ ചെയ്യുക. എന്നാൽ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ശരിയല്ലേ ജോസഫ്? അതെ, അത് ശരിയാണ്. ഈശോയ്ക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. മേരി ദേവാലയത്തിൽ വളർത്തപ്പെട്ടവളല്ലേ. ഏത് പണ്ഡിതനെയും പോലെ നിയമമെല്ലാം അവൾ പഠിച്ചതാണ്. അവളായിരിക്കും ഈശോയുടെ അധ്യാപിക. അങ്ങനെ മതിയെന്നാണ് ഞാനും പറയുന്നത്. കുട്ടിയെ നിങ്ങൾ ചീത്തയാക്കുകയാണ് ചെയ്യുന്നത്. നിനക്കങ്ങനെ പറയാൻ പറ്റുകയില്ല. നസ്രസിലുള്ള ഏറ്റവും നല്ല കുട്ടി അവനാണ്. അവൻ കരയുന്നതോ വികൃതി കാട്ടുന്നതോ അനുസരിക്കാതിരിക്കുന്നതോ ബഹുമാനക്കുറവ് കാണിക്കുന്നതോ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് ശരി. എന്നാൽ അവനെ നിങ്ങൾ ചീത്തയാക്കിയാൽ അവൻ ഇതെല്ലാം ചെയ്യും. കുഞ്ഞുങ്ങളെ വീട്ടിൽ നിർത്തുന്നത് കൊണ്ട് അവൻ ചീത്തയാകണമെന്നില്ല. വീട്ടിൽ നിർത്തുന്നതിൻ്റെ അർത്ഥം അവരെ സ്നേഹിക്കുന്നുവെന്നും അതേസമയം വേണ്ട വിവേകത്തോടും കരുതലോടും കൂടി അവരുടെ നന്മ മുഴു ഹൃദയത്തോടെ ലക്ഷ്യമാക്കുന്നുവെന്നുമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നത്. ഒരു അധ്യാപികയേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം മേരിക്കുണ്ട്. ഈശോയുടെ അധ്യാപിക മേരി തന്നെയായിരിക്കും. നിങ്ങളുടെ ഈശോ വളർന്നു വലുതായി കഴിയുമ്പോൾ അവൻ ഈച്ചയെ പോലും പേടിച്ചു കരയുന്ന പൊട്ടിപ്പെണ്ണുങ്ങളെ പോലെ ഇരിക്കും. അവൻ അങ്ങനെ ആവില്ല. മേരി ധീരയായ സ്ത്രീയാണ്. ഒരു പുരുഷന് വേണ്ട പരിശീലനം അവൾ നൽകും. ഞാനൊരു പേടിത്തൊണ്ടനല്ല. പുരുഷന്മാർക്ക് യോജിക്കുന്ന മാതൃക എന്നിൽ അവന് കാണാൻ കഴിയും. ഈശോയ്ക്ക് ശാരീരികമായും ധാർമ്മികമായും യാതൊരു കുറ്റവും കുറവുമില്ല. അതിനാൽ അരൂപിയിലും ശരീരത്തിലും അവൻ നല്ലവനും പുഷ്ടിയുള്ളവനുമായി വളരും. അതേക്കുറിച്ചൊരു സന്ദേഹവും വേണ്ട അൽഫേഴ്സേ. അവൻ കുടുംബത്തിനൊരു അപമാനവും വരുത്തുകയില്ല. ഇനി എന്തായാലും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത്ര തന്നെ. ഒരുപക്ഷെ മേരി അങ്ങനെയായിരിക്കും നിശ്ചയിച്ചത്. നീ അതിൻ്റെ കൂടെ. അങ്ങനെയായാൽ എന്താ? പരസ്പരം സ്നേഹിക്കുന്ന രണ്ടു പേർക്ക് ഒരേ ആശയങ്ങളും ഒരേ ആഗ്രഹങ്ങളുമല്ലേ വേണ്ടത്? ആശയാഭീഷ്ടങ്ങൾ പരസ്പരം കൈമാറുകയും സ്വന്തം എന്ന പോലെ സ്വീകരിക്കുകയുമല്ലേ വേണ്ടത്? മേരി ബുദ്ധിശൂന്യമായിട്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ വേണ്ട എന്ന് ഞാൻ പറയും. എന്നാൽ ഇപ്പോൾ അവൾ ആവശ്യപ്പെടുന്നത് എത്ര വിവേകമുള്ള കാര്യമാണ്. തന്മൂലം ഞാൻ സമ്മതിച്ചു. അതെൻ്റെ തീരുമാനമാകുന്നു. ആദ്യ ദിവസം സ്നേഹിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നു. മരിക്കുന്നതുവരെ ഞങ്ങൾ അങ്ങനെ തന്നെ തുടരും. ശരിയല്ലേ മേരി? അതെ ജോസഫ്, അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരാളെ കൂടാതെ മറ്റേയാൾ മരിച്ചാൽ പോലും ഞങ്ങൾക്ക് ആ സ്നേഹം തുടർന്നു കൊണ്ടിരിക്കും. ജോസഫ് മേരിയുടെ ശിരസിൽ തലോടുന്നു. മുതിർന്നൊരു പുത്രി എന്ന പോലെ മേരി പ്രശാന്തമായ സ്നേഹനിർഭരമായ കണ്ണുകൾ കൊണ്ട് ജോസഫിനെ നോക്കുന്നു. അനുജത്തി ഇടക്ക് കയറി പറയുന്നു, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. ഇവരെ പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് തിന്മയും നന്മയും പഠിക്കുന്നുണ്ട്. വീട്ടിൽ അവർ നല്ലത് മാത്രമേ പഠിക്കുന്നുള്ളൂ. എനിക്കറിഞ്ഞുകൂടാ. മേരിക്കൊരു പക്ഷേ. അനുജത്തി എന്താണ് ആഗ്രഹിക്കുന്നത്? തുറന്നു പറയൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ. നിനക്കിഷ്ടമുള്ളതെന്നും ചെയ്തു തരുന്നത് എനിക്ക് സന്തോഷമാണെന്നും നിനക്കറിയാമല്ലോ. ഞാൻ വിചാരിക്കുകയായിരുന്നു ജെയിംസും യൂദാസും ഈശോയേക്കാൾ അല്പം പ്രായം കൂടുതലുള്ളവരാണെന്നേ ഉള്ളൂ. അവർ സ്കൂളിൽ പോയി തുടങ്ങി. എന്നിട്ട് അവർ എന്താണ് പഠിച്ചത്? ഈശോയ്ക്കാണെങ്കിൽ നിയമങ്ങളെല്ലാം ശരിക്കും അറിയാം. ഈശോയെ പഠിപ്പിക്കുമ്പോൾ ഇവരെയും കൂടി ചേർക്കാമോ എന്ന് ചോദിക്കാനാണ് ആഗ്രഹിച്ചത്. എൻ്റെ വിചാരം അവർ കൂടുതൽ നന്നായി പെരുമാറുകയും പഠിക്കുകയും ചെയ്യുമെന്നാണ്. എന്തു പറഞ്ഞാലും അവർ സഹോദരരല്ലേ. സഹോദരങ്ങളെ പോലെ സ്നേഹിക്കണമെന്നത് കേവലം നീതിയുമാണല്ലോ. ഓ, എത്ര സന്തോഷമായിരിക്കും അത് നൽകുക. ജോസഫ് സമ്മതിക്കുകയും നിന്റെ ഭർത്താവ് അനുവദിക്കുകയും ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമേയുള്ളൂ. ഒരു കുട്ടിയോട് സംസാരിക്കുന്നതും 3 കുട്ടികളോട് സംസാരിക്കുന്നതും ഒരുപോലെ തന്നെ. അങ്ങനെ വേദപുസ്തകം മുഴുവനിലൂടെയും ഒന്ന് കടന്നു പോകുന്നത് ആനന്ദപ്രദമാണ്. അവരും വന്നുകൊള്ളട്ടെ. മെല്ലെ അടുത്ത് വന്ന് നിൽക്കുന്ന 3 കുട്ടികളും അവസാന തീരുമാനമറിയാൻ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. നിന്നെ അവർ നിരാശയിൽ വീഴ്ത്തും മേരി, അൽഫിയൂസ് പറയുന്നു. ഇല്ല, അവർ എൻ്റെ അടുത്ത് എപ്പോഴും നല്ല കുട്ടികളാണ്. ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളായിരിക്കും, ഇല്ലേ? കുട്ടികൾ 2 പേരും ചെന്ന് മേരിയുടെ ഇടത്തും വലത്തുമായി നിൽക്കുന്നു.
അവർ മേരിയുടെ തോളിൽ കൈയിട്ട് തല മേരിയുടെ തോളിൽ ചേർത്ത് വെച്ച് കൊണ്ട് നല്ല കുട്ടികളായിരുന്നു കൊള്ളാമെന്ന് ഉറപ്പു നൽകുന്നു. ലോകത്തിലേക്ക് നല്ലവരായിരിക്കും എന്നാണ് വാഗ്ദാനം. അവരൊന്ന് ശ്രമിക്കട്ടെ, ഞാനൊന്ന് നോക്കാം. അൽഫേസ്, ഈ പരീക്ഷണങ്ങൾ കൊണ്ട് നിനക്ക് അതൃപ്തിയൊന്നും തോന്നുമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ ദിവസവും 6 മണി മുതൽ സന്ധ്യ വരെ അവർ ഇവിടെ കഴിയട്ടെ, എന്നെ വിശ്വസിക്കൂ. അത്രയും മതി. അവർക്ക് മടുപ്പ് തോന്നാതെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം. അവരുടെ ശ്രദ്ധ പിടിച്ചു നിർത്തണം. അതേസമയം അത് ക്ലേശരഹിതമായിരിക്കുകയും വേണം. ബുദ്ധിമുട്ടിക്കാതെ അവരെ മനസ്സിലാക്കണം. അവരെ സ്നേഹിക്കുകയും അവരുടെ സ്നേഹം നേടുകയും വേണം. നല്ല ഫലമുണ്ടാകും. നിങ്ങൾ എന്നെ സ്നേഹിക്കും, ഇല്ലേ കുട്ടികളെ? 2 മുഴുത്ത ഉമ്മയിലൂടെ അവർ ഉത്തരം നൽകുന്നു. നോക്കൂ, ശരിയാണ്, എനിക്ക് മനസ്സിലാകുന്നു. വളരെ നന്ദി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തൻ്റെ അമ്മ മറ്റുള്ളവരുടെ കാര്യത്തിൽ തിരക്കിട്ട് ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ ഈശോ എന്തായിരിക്കും പറയുക? ഈശോ, നീ എന്തു പറയുന്നു? ഞാൻ പറയുന്നു, അവളെ ശ്രദ്ധിക്കുന്നവർക്ക് സന്തോഷം, അവളുടെ ഭവനത്തിനടുത്ത് പാർക്കുന്നവർക്ക് സന്തോഷം. ജ്ഞാനത്തെക്കുറിച്ച് എന്ന പോലെ എൻ്റെ അമ്മയുടെ സ്നേഹിതരായിരിക്കുന്നവർക്കും സന്തോഷം. ഞാൻ സ്നേഹിക്കുന്നവർ അവളുടെ സ്നേഹിതരാകുന്നു എന്ന് കാണുന്നത് എനിക്കും സന്തോഷം. ഇതുപോലുള്ള വചനങ്ങൾ ഈ കുഞ്ഞിൻ്റെ അധരങ്ങളിൽ ആരാണ് നിക്ഷേപിക്കുന്നത്? അൽഫേയൂസ് അത്ഭുത പരതന്ത്രനായി ചോദിക്കുന്നു. ആരുമല്ല സഹോദര, ഈ ലോകത്തിലെ ആരുമല്ല. ദർശനം ഇവിടെ അവസാനിക്കുന്നു. ഈശോ പറയുന്നു, മേരി എൻ്റെയും ജെയിംസിൻ്റെയും യൂദായുടെയും അധ്യാപികയായിരുന്നു. അത് നിമിത്തമാണ് ഞങ്ങൾ 3 പേരും സഹോദരന്മാരെ പോലെ പരസ്പരം സ്നേഹിച്ചത്. ബന്ധുക്കളായതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളർന്നതുകൊണ്ടും കൂടിയാണ്. ഒരേ ശാഖയിൽ ബലം പ്രാപിച്ച് വളരുന്ന 3 തണ്ടുകൾ പോലെ ഞങ്ങൾ മൂവരും മേരിയാകുന്ന ശാഖയിൽ ബലം നേടി വളർന്നു. മാധുര്യം നിറഞ്ഞ എൻ്റെ അമ്മയെപ്പോലെ ഇസ്രയേലിലെങ്കും ഒരു പണ്ഡിതനും ഉണ്ടായിരുന്നില്ല. ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ അവൾ ലോകത്തിനും സ്വർഗത്തിനു വേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചു. ഞാൻ പറയുന്നു, ഞങ്ങളെ പഠിപ്പിച്ചു എന്ന്. കാരണം എൻ്റെ സഹോദരന്മാരെ എന്ന പോലെ തന്നെ എന്നെയും അവൾ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ രഹസ്യത്തിന്മേലുണ്ടായിരുന്ന മുദ്ര ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടു. പിശാചിൻ്റെ അന്വേഷണത്തിനെതിരെ കേവലം സാധാരണമായ ജീവിതം കൊണ്ട് ആ രഹസ്യം മറയ്ക്കപ്പെട്ടു. മാധുര്യമേറിയ ദർശനം നീ ആസ്വദിച്ചോ? ഇപ്പോൾ സമാധാനമായിരിക്കുക. ഈശോ നിന്നോടുകൂടെയുണ്ട്.